നമസ്കാരം. ഒരു വ്യക്തി ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ എല്ലാ അവകാശങ്ങൾക്കും കടമകൾക്കുമുള്ള ഒരു പദവിയാണ് ഇന്ത്യൻ പൗരത്വം. ഒരു വ്യക്തിക്ക് രാജ്യത്ത് സ്ഥിരതാമസമാക്കാനും ജോലി ചെയ്യാനും വോട്ട് ചെയ്യാനും മറ്റു പൗരന്മാർക്ക് ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ആസ്വദിക്കാനും ഇത് സഹായിക്കുന്നു. ഭരണഘടനാ പ്രകാരം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരത്വം പാർലമെന്റിന്റെ പ്രത്യേക അധികാര പരിധിയിലാണ് വരുന്നത്. പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിർവചനവും വിശദമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ താമസിക്കുന്നവർക്കും ജനിച്ചവർക്കും പൗരത്വം നൽകുമെന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. വിദേശ പൗരൻ ഇന്ത്യൻ പൗരനെ വിവാഹം കഴിച്ചാൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷിക്കാം. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ പൗരത്വം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ അഥവാ തെളിയിക്കണമെങ്കിൽ ചില രേഖകൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ആധാറാണ് പൗരത്വം തെളിയിക്കാനുള്ള സുപ്രധാന രേഖയെന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ആധാർ കൊണ്ട് പൗരത്വം തെളിയിക്കാൻ സാധിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആധാർ ഇന്ത്യൻ പൗരത്വവുമായി കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. ആധാർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണെങ്കിലും ഇന്ത്യൻ പൗരത്വത്തിന്റെ സാധുവായ തെളിവായി കണക്കാക്കുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വാദിച്ചത്. ബീഹാർ വോട്ടർ പട്ടിക കേസിൽ വാദം കേൾക്കുന്നതിനിടെയായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. ആധാറും പാൻ കാർഡും റേഷൻ കാർഡും അടക്കമുള്ള രേഖകളൊന്നും പൗരത്വം തെളിയിക്കാനുള്ള രേഖയായി കണക്കാക്കില്ല എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ആധാർ കാർഡിനെ തിരിച്ചറിയൽ രേഖയായും താമസ രേഖയായും മാത്രമാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇതിനെ പൗരത്വ രേഖയായി കണക്കാക്കില്ല. പാൻ റേഷൻ കാർഡുകൾക്കും ഇത് ബാധകമാണ്. പാൻ കാർഡുകൾ നികുതി ആവശ്യങ്ങൾക്കും റേഷൻ കാർഡുകൾ ഭക്ഷണ വിതരണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ വിവിധ സേവനങ്ങൾക്കും പദ്ധതികൾക്കും ആനുകൂല്യങ്ങൾക്കുമൊക്കെ ആധാർ നിർബന്ധമാണ്. ഇന്ത്യൻ പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തതാണ് ഇന്ത്യൻ പാസ്പോർട്ട്, രണ്ടാമത്തതാണ് ജനന സർട്ടിഫിക്കറ്റ്. ന്യൂസ് ഡെസ്ക് തത്വമയി TV.